പ്രിയ സുഹൃത്തുക്കളെ, PSC റെനൈസൻസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. നവോത്ഥാന മേഖല നമ്മൾ സിമ്പിളായിട്ട് പഠിക്കും. ഓരോ ദിവസവും ഒരു 10 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ് നീക്കി വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചുറപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത് നമ്മുടെ യുക്തിവാദി MC ജോസഫ് എന്ന പരിണാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയെക്കുറിച്ചാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് MC ജോസഫ് അല്ലെ. MC ജോസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ നാട്ടുകാർ വിളിച്ചതാണ് MC ജോസഫ് എന്നല്ലേ. ഈ MC ജോസഫ് ജനിച്ചത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലായിരുന്നു. അദ്ദേഹത്തിന് എന്തുകൊണ്ട് ഈ യുക്തിവാദി എന്ന പേര് കിട്ടിയത് എന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ വരും അദ്ദേഹം നിരീശ്വരവാദി ആയതുകൊണ്ട് എന്നാണ്. ശരിയാണോ? അല്ല കേട്ടോ. നിരീശ്വരവാദി യുക്തിവാദി എന്നീ വാക്കുകൾ തമ്മിൽ ധ്രുവാന്തര വ്യത്യാസമുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ ഈശ്വരനില്ല എന്ന് വാദിക്കുന്ന ഏതൊരു വ്യക്തിയും നിരീശ്വരവാദിയാണ്. എന്താണ് യുക്തിവാദി? യുക്തി സഹജമായി ചിന്തിക്കുന്ന വ്യക്തി, ബുദ്ധിപരമായി ചിന്തിക്കുന്ന വ്യക്തി, വിദ്യാഭ്യാസപരമായി ചിന്തിക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിലാണ് നമ്മളെപ്പോഴും യുക്തിവാദി എന്ന് വിളിക്കുക. നമുക്കറിയാം, സഹോദരൻ അയ്യപ്പൻ എന്ന നവോത്ഥാന നായകനാണ് 1929 എന്താരംഭിക്കുക? യുക്തിവാദി എന്ന ഒരു മാസിക ആരംഭിക്കുക. അതിന്റെ ആദ്യ എഡിറ്ററും ആര് തന്നെയാണടാ? നമ്മുടെ സഹോദരൻ അയ്യപ്പൻ തന്നെ. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ആ യുക്തിവാദി മാസികയുടെ എഡിറ്റർ ആയിരുന്നത് ആരായിരുന്നു? എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ ജനിച്ച MC ജോസഫ് ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ യുക്തിവാദി മാസികയുടെ എഡിറ്റർ ആയതുകൊണ്ട് അദ്ദേഹത്തെ എപ്പോഴും പലരും എന്തെന്ന് വിളിച്ചു? യുക്തിവാദി MC ജോസഫ് എന്ന് വിളിച്ചു. ഈ യുക്തിവാദി എന്ന മാസികയിലൂടെ മാനവ ചിന്തയെക്കുറിച്ച്, പുരോഗമന ചിന്തയെക്കുറിച്ചാണ് അദ്ദേഹം ലേഖനങ്ങൾ എഴുതിയിരുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന സാഹിത്യകാരൻ K കൃഷ്ണപിള്ള അല്ലെങ്കിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ഇദ്ദേഹത്തെ എന്തെന്ന് വിളിച്ചു? യുക്തിവാദികളുടെ പോപ്പ് എന്ന് വിളിച്ചു. യുക്തിവാദികളുടെ പോപ്പ് എന്ന് വിളിച്ചു. പുരോഗമന പ്രസ്ഥാനപരമായിട്ട് ഇദ്ദേഹം ലേഖനങ്ങൾ എഴുതിയപ്പോൾ പ്രാദേശികമായി നിലനിന്ന അന്ധവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനും ഇദ്ദേഹം മടിച്ചില്ല. എല്ലാതരം അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും മനുഷ്യർക്ക് വേണ്ടി മൃഗബലി നടത്തുന്നതിനെയും ഇദ്ദേഹം ശക്തമായി വിമർശിക്കുകയും അവയൊക്കെ നിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം നിരന്തരമായി യുക്തിവാദി മാസികയിൽ ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു. ഇത് കൂടാതെ തന്നെ ഇദ്ദേഹം കുറേയധികം പുസ്തകങ്ങൾ എഴുതി കേട്ടോ. ആ പുസ്തകങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിരീശ്വരവാദികളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട പുസ്തകങ്ങൾ ആരുടെ പുസ്തകങ്ങൾ തന്നെയായിരുന്നു? MC ജോസഫിന്റെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ PSC ചോദിക്കാറുണ്ട്. അതൊക്കെയാ യുക്തിപ്രകാശം. ഞാൻ പറഞ്ഞു, എന്താണ് യുക്തിവാദി എന്ന് പറയുമ്പോൾ യുക്തിപരമായി ചിന്തിക്കുന്നവര്, ബുദ്ധിപരമായി ചിന്തിക്കുന്നവര്, അവരുടെ ലക്ഷ്യം എന്താണ്? പ്രബോധനമാണ്, ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. എന്തിനെക്കുറിച്ച്? പുരോഗതിയെക്കുറിച്ച് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇദ്ദേഹം പുസ്തകം എഴുതിയത്. ഒന്ന് യുക്തിപ്രകാശം, യുക്തി എന്ന് പറഞ്ഞ ചിന്തയല്ലേ. 2 ചിന്താ വിപ്ലവം, കുട്ടിച്ചാത്തൻ, 4 പ്രബോധനം. 4 പുസ്തകങ്ങൾ പഠിക്കാമോ? എന്തൊക്കെയാ? യുക്തിപ്രകാശം, ചിന്താവിപ്ലവം, കുട്ടിച്ചാത്തൻ, പ്രബോധനം എന്നിവ. യുക്തിപ്രകാശം, ചിന്താവിപ്ലവം, കുട്ടിച്ചാത്തൻ, പ്രബോധനം എന്നിവ മറക്കില്ലല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ MC ജോസഫിനെ കുറിച്ച്? എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ ജനിച്ചു. സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച യുക്തിവാദി എന്ന മാസികയുടെ ആദ്യ എഡിറ്റർ സഹോദരൻ അയ്യപ്പൻ ആണെങ്കിലും ഏറ്റവും കൂടുതൽ കാലം എഡിറ്റർ ആയിരുന്നത് MC ജോസഫ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കാറുണ്ട്? യുക്തിവാദി MC ജോസഫ് എന്ന് വിളിക്കാറുണ്ട്. അദ്ദേഹത്തെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്തെന്ന് വിശേഷിപ്പിച്ചു? യുക്തിവാദികളുടെ പോപ്പ് എന്ന് വിശേഷിപ്പിച്ചു. യുക്തിവാദി എന്ന മാസികയിലൂടെയും അദ്ദേഹത്തിന്റെ സാഹിത്യ രചനകളിലൂടെയും MC ജോസഫ് എന്തിനെതിരെയൊക്കെ പോരാടി? അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും മൃഗബലിക്കുമെതിരെ പോരാടി. ശരിയല്ലേ? അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ പരിശോധിച്ചേ യുക്തിപ്രകാശം, ചിന്താവിപ്ലവം, കുട്ടിച്ചാത്തൻ, പ്രബോധനം എന്നിവ. ഇദ്ദേഹം ഈ സഹോദരനേപ്പൻ ആരംഭിച്ച യുക്തിവാദി മാസികയുടെ എഡിറ്റർ ആയത് 1941 മുതലാണ്. എങ്കിലും അദ്ദേഹം അതിനു മുൻപ് തന്നെ ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയിരുന്നു. സഹോദരൻ അയ്യപ്പൻ ഉൾപ്പെടെയുള്ള പ്രധാന വ്യക്തികളെല്ലാം കൂടെ കൂടിച്ചേർന്ന് കൊച്ചി മഹാരാജ്യത്ത് തുടക്കം കുറിച്ച ഒരു സംഘടനയായിരുന്നു യുക്തിവാദ സംഘം. എന്താണ്? യുക്തിവാദി സംഘം എന്ന പേരിൽ കേട്ടോ. ഈ യുക്തിവാദി സംഘം ആരംഭിക്കുന്നത് 1925 കൊച്ചിയിലായിരുന്നു. 1925 കൊച്ചിയിലായിരുന്നു. അതിന്റെ സെക്രട്ടറി ആയിരുന്നു നമ്മുടെ MC ജോസഫ്. ഓക്കെ. അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് രാമവർമ്മ തമ്പാനായിരുന്നു. ഓക്കെ. അപ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, സഹോദരൻ അയ്യപ്പനും അതോടൊപ്പം MC ജോസഫ് ഉൾപ്പെടെയുള്ള
വിദ്യാഭ്യാസം നേടിയ പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു കൂട്ടം വ്യക്തികൾ ചേർന്ന് 1925 കൊച്ചി മഹാരാജ്യത്ത് തുടക്കം കുറിച്ച സംഘടനയായിരുന്നു എന്ത്? യുക്തിവാദി സംഘം. അതിന്റെ സെക്രട്ടറി ആരായിരുന്നു? MC ജോസഫ് ആയിരുന്നു. പ്രസിഡന്റ് എന്ന് പറയുന്ന ആരായിരുന്നു? രാമവർമ്മ തമ്പാനുമായിരുന്നു. ഓക്കെ, ഈ സംഘടനയാണ് പിന്നീട് 1967 എന്തായിട്ട് മാറുക? കേരള യുക്തിവാദി സംഘമായിട്ട് മാറുക. ഈ സംഘടനയുടെ പിന്നീട് റീഓർഗനൈസ് ചെയ്തുകൊണ്ട് എന്താക്കി മാറ്റുക? കേരള യുക്തിവാദി സംഘമായിട്ട് മാറുക. അപ്പോഴും MC ജോസഫ് ആ സംഘടനയുടെ അമരത്തുണ്ട്. ഇനി യുക്തിവാദി സംഘത്തിന്റെ അഥവാ കേരള യുക്തിവാദി സംഘത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകമാണ് യുക്തി ദർശനം. യുക്തിവാദി സംഘത്തിന്റെ അഥവാ കേരള യുക്തിവാദി സംഘത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ്? യുക്തി ദർശനം. കേട്ടോ? ഇനി ഈ യുക്തിവാദി സംഘത്തിന്റെ കേരള യുക്തിവാദി സംഘത്തിന്റെ മാഗസിൻ യുക്തിരേഖ എന്നും ഇംഗ്ലീഷ് മാസിക ദി സെക്യുലർ ഹ്യൂമാനിസ്റ്റ് എന്നും അറിയപ്പെട്ടു. കേട്ടോ? പുസ്തകം നമ്മുടെ യുക്തിവാദി സംഘത്തിന്റെ മാസിക യുക്തിരേഖ, ഇംഗ്ലീഷ് മാസിക എന്താണ്? ദി സെക്യുലർ ഹ്യൂമാനിസ്റ്റ്. എന്നാൽ യുക്തിവാദ സംഘത്തിന്റെ അഥവാ കേരള യുക്തിവാദ സംഘത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ്? യുക്തി ദർശനമാണ്. അത് എഴുതിയത് ആര് തന്നെ? MC ജോസഫ് തന്നെ. MC ജോസഫിന്റെ 4 പുസ്തകങ്ങൾ ആൾറെഡി നമ്മൾ പഠിച്ചു. എന്തൊക്കെയാ? യുക്തിപ്രകാശം, ചിന്താവിപ്ലവം, കുട്ടിച്ചാത്തൻ, പ്രബോധനം. കൂടാതെ ഇവിടെ യുക്തിവാദ സംഘത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന യുക്തി ദർശനം എഴുതിയതും ആര് തന്നെ? അതിന്റെ ആദ്യ സെക്രട്ടറിയും സ്ഥാപകനുമായ MC ജോസഫ് തന്നെ. മറക്കില്ലല്ലോ. അപ്പൊ MC ജോസഫിനെ കുറിച്ച് നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് യുക്തിവാദ സംഘം 1925 കൊച്ചിയിൽ ആരംഭിച്ച കാര്യം പറഞ്ഞു. ഈ കൊച്ചിയിൽ ആരംഭിച്ച യുക്തിവാദ സംഘമാണ് 1967 എന്തായിട്ട് മാറുക? കേരള യുക്തിവാദ സംഘമായിട്ട് മാറുക. ഓക്കെ, യുക്തിവാദ സംഘത്തിന്റെ ആദ്യ സെക്രട്ടറി MC ജോസഫ്, ആദ്യ പ്രസിഡന്റ് രാമവർമ്മ തമ്പാൻ, യുക്തിവാദ സംഘത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം യുക്തി ദർശനം, യുക്തിവാദ സംഘത്തിന്റെ മാസിക യുക്തിരേഖ, ഇംഗ്ലീഷ് മാസിക ദ സെക്യുലർ ഹ്യൂമാനിസ്റ്റ് എന്നാണ്. മറക്കില്ലല്ലോ. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ MC ജോസഫിന് പഠിച്ചു കഴിഞ്ഞു. PSC സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമേഖലയാണ്, മറക്കരുത്. നിങ്ങൾക്കറിയാം റീസെന്റ് PSC നവോത്ഥാനത്തിൽ നിന്ന് ചോദിക്കുന്നത് ഇത്തരം ചെറിയ ചെറിയ നവോത്ഥാന നായകന്മാരെയാ. ഒന്നുപോലും വിട്ടുപോകാൻ പാടില്ല. നമ്മൾ സമ്പൂർണ്ണമായിട്ട് ഓരോ ദിവസവും പഠിക്കും. പിന്നാലെ കുടിക്കുന്നേ നമുക്ക് സെറ്റാക്കാം. PSC ഒരു പരീക്ഷ നടത്തിയാൽ എല്ലാ പരീക്ഷയിലും വരുന്ന ഒരു ടോപ്പിക്കാണ് ഏത്? നവോത്ഥാനം എന്ന് പറയുക, കേരള റെനൈസൻസ് എന്ന് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ് പ്രയോജനപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ബൈ.